ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ എക്സ്പ്ലെയിനി. അപ്പം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ദ ലാസ്റ്റ് പില്ലർ ഓഫ് മിഷിമ സാഗ, അതായത് ദ വൺ ആൻഡ് ഓൺലി ജിൻപാജി മിഷിമയെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. പുള്ളിക്കാരൻ്റെ ഹിസ്റ്ററിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഈ സ്റ്റോറി അറിയുന്നതിന് മുന്നേ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ദൈവത്തെ ഓർത്ത് എൻ്റെ പൊന്ന് ഗൈസ്, ഞാൻ നേരത്തെ ഇട്ടേക്കുന്ന കസുയ മിഷിമയുടെ പിന്നെ ഇന്നലെ ഇട്ട ഹിഹാച്ചി മിഷിമയുടെ വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റോറി മനസ്സിലാവുള്ളൂ. അല്ലെങ്കിലും നിങ്ങൾക്ക് ഏറെക്കുറെ കണക്റ്റ് ആവും. എന്നാലും ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ആ 3 വീഡിയോയും ഒന്ന് കാണാൻ പറയുന്നത്. പിന്നെ ഗൈസ്, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്കിനി ഏതെങ്കിലും ടെക്കൻ ക്യാരക്ടറിൻ്റെ ഹിസ്റ്ററി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഉറപ്പായിട്ട് ആ വീഡിയോ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ അധികം പറഞ്ഞ് ടൈം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ വീഡിയോ. ഗൈസ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹിഹാച്ചി മിഷിമ, അതായത് ജിൻപാച്ചിയുടെ മകൻ ഹിഹാച്ചി മിഷിമയുടെ ഹിസ്റ്ററിനേക്കാളും ഷോർട്ടാണ് ജിൻപാച്ചി മിഷിമയുടെ ഹിസ്റ്ററി. പുള്ളിക്കാരന് ഇതിൻ്റെ അകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോസ്റ്റ്ലി എല്ലാ കഥയ്ക്കും ഒരു അവസാനം ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കസൂമി മിഷിമയുടെ ഹിസ്റ്ററിയുടെ അവസാനം പുള്ളിക്കാരന് മരിക്കും. പിന്നെ കസുയ മിഷിമയുടെ ഹിസ്റ്ററിയുടെ അവസാനം പുള്ളി ടെമ്പററി ആയിട്ട് ഹിഹാച്ചി മിഷിമയെ കൊല്ലും. പിന്നെ ഹിഹാച്ചി മിഷിമയുടെ ഹിസ്റ്ററിയുടെ അവസാനം, അതായത് ഞാൻ പറഞ്ഞു നിർത്തി അവിടെ പുള്ളിക്കാരൻ മരിക്കും. പക്ഷേ ഈ ജിൻപാച്ചി മിഷിമയുടെ ഹിസ്റ്ററിയുടെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ ഓൾറെഡി ഡെത്താണ്. ആകെപ്പാടുള്ള മെയിൻ പ്രശ്നം പുള്ളി മരിച്ചിട്ട് പുള്ളിയുടെ ആത്മാവിന് ശാന്തി കിട്ടിയോ ഇല്ലയോ എന്നാണ് ഇതിലുള്ള അറിയാനുള്ള മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത്. ജിൻപാച്ചി മിഷിമ ഫസ്റ്റ് ടൈമായിട്ട് അപ്പിയർ ചെയ്യുന്നത് ടെക്കൻ 5-ലാണ്. അപ്പോൾ ടെക്കൻ 5-ൽ നമ്മൾ ആരെ വെച്ച് സ്റ്റോറി മോഡിൽ ജിൻപാച്ചി മിഷിമേനെ ഡിഫീറ്റ് ചെയ്യുന്നു, നമുക്ക് അവരുടെ എൻഡിങ്ങേ കിട്ടുള്ളൂ. ജിൻപാച്ചിക്ക് എന്ത് പറ്റിയെന്നോ അല്ലെങ്കിൽ പുള്ളിയുടെ ആത്മാവിന് എന്ത് പറ്റിയെന്നോ നമുക്ക് ഒരു ഐഡിയയും തരില്ല, ഒരു ക്ലൂവും തരില്ല. അപ്പോൾ ഇത്രയും ഞാനൊരു കോണ്ടെക്സ്റ്റ് പറഞ്ഞതാണ്. ഇനി നമുക്ക് മെയിൻ സ്റ്റോറിയിലോട്ട് പോവാം. ഗൈസ്, ജിൻപാച്ചി മിഷിമയാണ് മിഷിമ സൈബാത്സു. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഹിഹാച്ചിയും കസുയയും കൂടി തിരിച്ചും മറിച്ചും ഭരിച്ചുകൊണ്ടിരുന്ന കമ്പനിയില്ലേ, അതിൻ്റെ മെയിൻ ഫൗണ്ടറാണ് ഈ ജിൻപാച്ചി മിഷിമ. അപ്പോൾ പുള്ളിയാണ് ഇതിൻ്റെ മെയിൻ ഫൗണ്ടർ. അപ്പോൾ ഒരു ദിവസം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഹിഹാച്ചി കസൂമിനെ തീർക്കും, ഡെവിലുള്ള കാരണം. അങ്ങനെ തീർത്തിട്ട് പുള്ളി കസൂമിയുടെ മരണം ജിൻപാച്ചിയുടെ തലയിൽ കെട്ടി വെക്കും. ജിൻപാച്ചിയാണ് കസൂമിനെ കൊന്നതെന്നും പറഞ്ഞുകൊണ്ട് ജിൻപാച്ചീനെ തന്നെ മിഷിമ സൈബാത്സു എന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുത്തിത്തിരിപ്പൊക്കെ പറഞ്ഞ് ജിൻപാച്ചിയുടെ കമ്പനിയിൽ നിന്ന് പുള്ളിക്കാരനെ പുറത്താക്കും. എന്നിട്ട് ഹിഹാച്ചി ഭരണം വെക്കും, അതിൻ്റെ പുതിയ ഓണറാകും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ടെക്കൻ 5-ൻ്റെ ഇവൻറ്റിന് കുറച്ച് മുന്നേ ഹിഹാച്ചിയും ജിൻപാച്ചിയും കൂടി ഡോജോയിൽ വെച്ചൊരു ഫൈറ്റ് ഉണ്ടാവും. ജിൻപാച്ചി വരും, എടാ എനിക്കെൻ്റെ കമ്പനി തിരിച്ച് ആടാ മോനെ എന്നും പറഞ്ഞുകൊണ്ട്. പുള്ളിക്കാരന് പൊളിഞ്ഞ് പണ്ടാറങ്ങിട്ട് കണക്കാം. കാരണം പുള്ളിയാണ് ആ കമ്പനി കണ്ടുപിടിച്ചത്. പുള്ളീനെ തന്നെ ചവിട്ടി പുറത്താക്കുകയും ചെയ്തു അതിൽ നിന്ന്. അപ്പോൾ ജിൻപാച്ചിയും ഹിഹാച്ചിയും കൂടി ഒരു ഫൈറ്റ് നടക്കും. ജിൻപാച്ചിക്ക് ആ കമ്പനി വേണമെന്നും പറഞ്ഞു. പക്ഷേ ഹിഹാച്ചി നൈസായിട്ട് ജിൻപാച്ചിനെ ഡിഫീറ്റ് ചെയ്തിട്ട് ഹോൺമാരു, അതായത് ജിൻപാച്ചിയുടെ ഡോജോയുടെ പേരാണ് ഹോൺമാരുവിൻ്റെ അടിയിൽ സീൽ ചെയ്ത് വെക്കും. അങ്ങനെ സീൽ ചെയ്ത് വർഷങ്ങളോളം പുള്ളി അവിടെ കിടക്കും. അത് കാരണം പുള്ളിയുടെ ക്യാനനായിട്ടുള്ള വയസ്സ് 100 വർഷങ്ങൾക്ക് മേലെയാണ്. അപ്പോൾ പുള്ളി അങ്ങനെ ഒരുപാട് നാൾ ഇങ്ങനെ ലോക്കായി കിടന്ന കാരണം ഓബ്വിയസ്ലി പുള്ളിക്കാരൻ മരിച്ചിട്ട് പുള്ളിയുടെ ആത്മാവിനൊരു പ്രോപ്പറായിട്ടൊരു ആത്മശാന്തി കിട്ടില്ല. അതുകൊണ്ട് പുള്ളിയുടെ ആത്മാവ് അവിടെ തന്നെ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. കറങ്ങി ഒരുവിധം ആകുമ്പോഴത്തേക്കും പുള്ളി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്കൻ 5 അനൗൺസ് ചെയ്യും. എന്തൊക്കെയോ മാജിക് പവർ കാണിച്ച് ഹ്യൂമൻ ഫോമിൽ വന്നിട്ട് ടെക്കൻ 5 അനൗൺസ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെക്കൻ 5-ൽ നമ്മൾ ഏത് ക്യാരക്ടറിനെ വെച്ച് ജിൻപാച്ചിനെ തോൽപ്പിക്കുന്നോ, നമുക്ക് ആ തോൽപ്പിച്ച ക്യാരക്ടറിൻ്റെ എൻഡിങ്ങേ കാണാൻ പറ്റുള്ളൂ.
ഫോർ എക്സാമ്പിൾ നിങ്ങൾ ജിൻ കസാമേനെ വെച്ച്, അതായത് ജിൻ പാച്ചിയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് സൺ ആയിട്ടുള്ള ജിൻ കസാമേനെ വെച്ച് ജിൻ പാച്ചിനെ ഡിഫീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതായിരിക്കും എൻഡിങ്. ഗൈസ്, അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ജിൻ കസാമയുടെ എൻഡിങ് ആണ്. നിങ്ങൾ ജിൻ കസാമേനെ വെച്ച് ജിൻ പാച്ചി മിഷിമേനെ ടെക്കൻ 5 ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും എൻഡിങ്. ഗൈസ്, സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻപാച്ചി മിഷിമേനെ ഡിഫീറ്റ് ചെയ്തിട്ട് ജിൻ കസാമ നേരെ മിഷിമ സൈബാത്സിലോട്ട് ചെന്നിട്ട് മിഷിമ സൈബാത്സിൻ്റെ ഓണറാവും. കാരണം ഈ ടെക്കൻ 5 ആ ഒരു റൂൾ അങ്ങനെയാണ്. മിഷിമ ഫാമിലിയിൽ നിന്നോ അല്ലെങ്കിൽ മിഷിമയായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ ഫൈനൽ ബോസായിട്ടുള്ള ജിൻപാച്ചി മിഷിമേനെ ഡിഫീറ്റ് ചെയ്യുകയാണെങ്കിൽ മിഷിമ സൈബാത്സിൻ്റെ ഓണറാവും. പക്ഷേ ആ റൂള് ജിൻ കസാമയ്ക്കും കസൂയ മിഷിമയ്ക്കും ഹിഹാച്ചി മിഷിമയ്ക്കും മാത്രമേ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. അതായത് അവർക്ക് മാത്രമേ ആ റൂൾ ബാധകമായിട്ടുള്ളൂ. ബാക്കി ആര് ജിൻപാച്ചി മിഷിമേനെ തോൽപ്പിച്ച് കഴിഞ്ഞാലും പ്രൈസ് മണിയേ കിട്ടുള്ളൂ. നല്ലൊരു തുക പ്രൈസ് മണിയായിട്ട് കൊടുക്കും. അപ്പോൾ ഗൈസ്, സ്റ്റോറിയിൽ നിന്ന് ഇപ്പോൾ തന്നെ കുറേ നമ്മൾ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോയി. അപ്പോൾ സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരന് പ്രോപ്പറായിട്ടൊരു സ്റ്റോറി ഇല്ല. എന്നാലും നമുക്ക് തന്നേക്കണ ഒരു ഇൻഫോർമേഷൻസ് ഒരു ഐഡിയ ഒക്കെ വെച്ചിട്ട് പുള്ളിയുടെ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരു നല്ല ഫ്രണ്ട് ഉണ്ടായിരുന്നു. വാങ് ജിങ്റി എന്നാണ് ആ പുള്ളിക്കാരൻ്റെ പേര്. ഇതാണ് ആ പുള്ളി. ഈ പുള്ളിയായിരുന്നു ജിൻപാച്ചി മിഷിമയുടെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ കുട്ടിക്കാലം മുതലേ ഇവരായിരുന്നു ബെസ്റ്റ് ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെ മിഷിമ സൈബാത്സും ഒക്കെ ഉണ്ടായി വന്നപ്പോഴത്തേക്കും ജിൻപാച്ചിയും ഇയാളുടെ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ടുള്ള കണക്ഷൻ വിട്ടുപോയി. പിന്നെ അവർ കണ്ടുമുട്ടുന്നത് ജിൻപാച്ചിയുടെ മരണത്തിലാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ജിൻപാച്ചിയുടെ മെയിൻ എൻഡിങ് ആയിട്ട് നമുക്ക് ഈ എൻഡിങ്ങിനെ കൺസിഡർ ചെയ്യാം. അതായത് സോറി ഗേസ്, എൻഡിങ് മാറിപ്പോയി. വാങ് ജിൻറിയുടെ എൻഡിങ്说什么傻话？我们不是生死之交吗？今八七，今一度杯を踏み交わしたかったが、残念ながら迎えが来たようだ。親友よ、さらばだ。嬉しかったぞ。ഗൈസ്, അപ്പോൾ ഇൻ ഷോർട്ട് ജിൻപാച്ചി മിഷിമയുടെ ഹിസ്റ്ററി എന്താണെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുള്ളിയായിരുന്നു മിഷിമ സൈബാത്സുവിൻ്റെ ഓണർ. അപ്പോൾ ഹിഹാച്ചി മിഷിമ ജിൻപാച്ചി മിഷിമേനെ ചീറ്റ് ചെയ്യുന്നു, അതായത് ചതിച്ചിട്ട് മിഷിമ സൈബാത്സുവിൻ്റെ ഓണറാവും. അങ്ങനെ ജിൻപാച്ചി കുറേ കഴിയുമ്പോൾ മരിച്ചു കഴിഞ്ഞിട്ട് ഈ പുള്ളിക്കാരൻ്റെ ഈ കൂട്ടുകാരൻ ടെക്കൻ 5 പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ജിൻപാച്ചി മിഷിമേനെ ഡിഫീറ്റ് ചെയ്തിട്ട് പുള്ളിയുടെ ആത്മാവിന് ആത്മശാന്തി കിട്ടാൻ വേണ്ടി ജിൻപാച്ചിയുടെ കൂട്ടുകാരൻ പറയുന്നത് പോലെയാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ
ജിൻപാച്ചി മിഷിമയുടെ ഒരു കംപ്ലീറ്റ് സ്റ്റോറിയായിട്ട് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ കസുയ മിഷിമയുടെ എൻഡിങ് എടുത്താലും ഡെവിൽ ജിൻ്റെ എൻഡിങ് എടുത്താലും ഹിഹാജി മിഷിമയുടെ എൻഡിങ് എടുത്താലും അതിലൊക്കെ അവരുടെ എൻഡിങ്ങേ കാണിക്കുള്ളൂ. അല്ലാണ്ട് നമുക്ക് ജിൻപാച്ചി മിഷിമയെ ഡിഫീറ്റ് ചെയ്തതിന് ശേഷം ജിൻപാച്ചിക്ക് എന്ത് പറ്റിയെന്നോ അല്ലെങ്കിൽ പുള്ളിയുടെ ആത്മാവിന് എന്ത് പറ്റിയെന്നോ ഒരു തരത്തിലെ ക്ലൂവും ഒരു ഐഡിയയും നമുക്ക് തരുന്നില്ല. അപ്പോൾ ഗൈസ്, ഇതാണ് ശരിക്കും പറഞ്ഞാൽ ജിൻപാച്ചി മിഷിമയുടെ ഹിസ്റ്ററി. എനിക്കറിയാം വളരെ ഷോർട്ടാണ്, എന്നാലും നമ്മളൊരു കണ്ടിന്യൂഷൻ സീരീസ് ആകുമ്പോൾ അങ്ങനെ ഇട്ട് പോകണ്ടേ ഗൈസ്. പിന്നെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് ഗൈസ്. ഈ ജിൻപാച്ചി മിഷിമയുടെ ഹിസ്റ്ററിയോട് കൂടി മിഷിമ ഫാമിലിയുടെ കംപ്ലീറ്റ് ഹിസ്റ്ററിയും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത വീഡിയോ കസാമ ഫാമിലി, അതായത് ജിന്നിൻ്റെ മദറായ ജുൻ കസാമയിൽ നിന്നായിരിക്കും നമ്മൾ കസാമ ഫാമിലിയുടെ ഹിസ്റ്ററി തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഉടനെ തന്നെ ഞാൻ ജിൻ കസാമയുടെ അമ്മ ജുൻ കസാമയുടെ ഹിസ്റ്ററിയുമായി പെട്ടെന്ന് തന്നെ വരുന്നതാണ്. പിന്നെ ഗൈസ്, ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. ഞാൻ ഇന്നലത്തെ വീഡിയോ, അതായത് ഹിഹാജി മിഷിമയുടെ വീഡിയോയുടെ അവസാനം ഞാൻ അറിയാതെ പറഞ്ഞത് എന്താണ്, ജിൻ കസാമയുടെ വീഡിയോയുമായി ഞാൻ വരും എന്നാണ് പറഞ്ഞത്. പക്ഷേ ആ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കത് ക്ലിക്കായത്. എന്താണ്, ഞാൻ ജിൻപാച്ചി മിഷിമയുടെ ഹിസ്റ്ററി വീഡിയോ ആണ് ഞാൻ ഇടാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ജിൻപാച്ചിയുടെ വീഡിയോ ഇട്ടത്. നാളെ എന്തായാലും ജുൻ കസാമയുടെ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉറപ്പായിട്ടും കിട്ടണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നെക്കി അത് ഓളിലിടാനും ഒരിക്കലും മറക്കരുത്. പിന്നെ ഗൈസ്, ഈ ഹിസ്റ്ററിക്കൊക്കെ ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ടെക്കൻ ക്യാരക്ടറിൻ്റെ ഹിസ്റ്ററി അറിയണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഉറപ്പായിട്ടും ആ വീഡിയോയുമായി വരുന്നതാണ്. അപ്പോൾ ജുൻ കസാമയുടെ വീഡിയോയുമായി വരുന്നവരെ, ഇറ്റ്സ് മീ എക്സ്പ്ലെയിനി സൈനിങ് ഓഫ്. ബൈ.